നിങ്ങളൊരു പൈൽസുള്ള രോഗിയോ അല്ലെങ്കിൽ പൈൽസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെട്ട ഒരാളൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ്ലി കണ്ടുവെക്കുക. അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആങ്സൈറ്റിയും ടെൻഷനൊക്കെ ഒരുപാട് കുറഞ്ഞ ഒരുപക്ഷെ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തേക്കും. ഞാനിത് പറയാൻ കാര്യം, പൊതുവേ ബാത്റൂമിൽ പോകുമ്പം മലത്തിൻ്റെ കൂടെ ബ്ലീഡിങ് കാണുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ പാനിക്കാവും, നല്ല രീതിയിൽ കേസിൽ പോവും. നമ്മൾ തൊട്ടടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർ പൈൽസ് ആവാൻ സാധ്യതയെന്ന് പറയുകയും ചെയ്യും. പൈൽസിനെ പറ്റി നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് സർജറി വേണ്ട അസുഖമെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാവും. എന്തോ വലിയൊരു അസുഖമാണ് ഈ പൈൽസ്, സർജറിയൊക്കെ വേണ്ട സംഗതിയാണല്ലോ. പക്ഷേ പൈൽസിൻ്റെ മിക്ക കേസിലും സർജറി വേണ്ടതുണ്ടോ, സർജറി ഒന്നും ഇല്ലാണ്ട് ഇത് സുഖമാവുമോ, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, വലിയ ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. സാധാരണഗതിയിൽ പൈൽസ് കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ. സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, അപ്പിടാൻ മുട്ടിയാൽ മാത്രമേ ബാത്റൂമിൽ പോകാവൂ. അതിന് മുമ്പ് നമ്മൾ രാവിലെ തന്നെ പോകണം, ഓഫീസിലെത്തണം, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി കഴിഞ്ഞില്ലെങ്കിൽ ടെൻഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാടിക്കറി രാവിലെ പോയിരിക്കും. അവിടെ ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്ത് ഇതിനെ പുറത്താക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് മിക്ക കേസിലും പൈൽസ് എന്ന വിഷമം ഉണ്ടാവുക. അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ബാത്റൂമിൽ പോകുന്ന ആൾക്കാർ, ഒരുപാട് സമയം ബാത്റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർ, പൊതുവേ നോൺ വെജ് ചില ഫുഡുകളൊക്കെ മലബന്ധത്തിലേക്ക് നയിക്കും. അത്തരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, വെള്ളം കൂടി കുറഞ്ഞ ആൾക്കാരിലേക്കാണ് ഈ സംഗതി കാണുക. മറ്റു കോമണായിട്ട് കാണുന്ന ആൾക്കാർ അമിത വണ്ണമുള്ളവരിൽ ഇത് കാണാം. സ്ത്രീകളുടെ ഗർഭിണികളിൽ ഈ പൈൽസ് കാണാം. ഇതൊക്കെ വളരെ കോമണായിട്ട് കാണുന്ന അതിൻ്റെ കാരണങ്ങൾ. സാധാരണഗതിയിൽ രണ്ട് ടൈപ്പായിട്ടൊക്കെ നമ്മൾ പൈൽസിനെ പറയാറുണ്ട്. ഒന്ന് ഇൻറ്റേണലും, രണ്ടാമത്തെ എക്സ്റ്റേണലും. ഇൻറ്റേണൽ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അകത്താണ് ഇത് ഉണ്ടാവുക. മലം പോകുമ്പോൾ നല്ല ബ്ലീഡിംഗ് ഒക്കെ ഈ കേസിലുണ്ടാവും. പെയിൻ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും നന്നായിട്ട് ബ്ലീഡിങ് ഈ കേസിൽ വരും. പിന്നെ പുറമേ വരുന്ന പൈൽസാണ്. അത് തൊട്ടുനോക്കിയാലൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു ബംസ് പോലെ, അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ്, ഒരു വീക്കം പോലെ നമുക്ക് പുറത്തറിയാൻ പറ്റും. ഇരിക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ടാക്കും ഈ സംഗതി. ഇത് രണ്ടും അല്ലാതെ മലദ്വാരത്തിന് അവിടെ വരുന്ന മറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫിഷറും ഫിസ്റ്റുലയും. ഫിഷർ എന്ന് പറയുമ്പം അവിടെ വരുന്ന ക്രാക്കുകളാണ്. കട്ടിയായിട്ട് മലം പോകുമ്പം ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. ഈ ക്രാക്കാണ് ഫിഷർ. ഭയങ്കര പെയിൻഫുള്ളാണ് ഈ ഫിഷർ കേട്ടോ. അതിൽ നിന്നും ബ്ലീഡിങ് വരാം. അങ്ങനെ ബ്ലീഡിങ് വരുമ്പോഴും ആൾക്കാർ ഇത് പൈൽസാന്ന് വിചാരിച്ച് ചാടിക്കയറി ഓടി വിഷമിച്ചൊക്കെ വരാറുണ്ട്. അത് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അത് ഫിഷറാവും. മറ്റൊരു കണ്ടീഷനാണ് ഫിസ്റ്റുല. ഫിസ്റ്റുല അങ്ങനെ പറഞ്ഞു തന്നാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞുകൂടാ. ചെറിയൊരു പാസേജാണ്. മലദ്വാരത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറ്റൊരു ടണൽ പോലെ പുറത്തേക്ക് വരുന്നൊരു ഹോളാണ്. അപ്പോൾ അതിൽ ചലയും ചോരയൊക്കെ തിങ്ങി നിറഞ്ഞ് ഒരു വിഷമ അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നതാണ്. പൈൽസും ഫിഷറും കമ്പയർ ചെയ്യുമ്പോൾ ഫിഷിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ മാറി കിട്ടാൻ സമയം എടുക്കാറുണ്ട്. പക്ഷേ പൈൽസിൻ്റെ കേസിലൊക്കെ എല്ലാ കേസിലും സർജറി ഒന്നും വേണ്ടി വരാറില്ല. ഞാൻ അതിനിടയ്ക്ക് പറയാൻ കരുത്, കാണുമ്പോഴൊക്കെ ഇതെന്തോ വലിയൊരു അസുഖമാണ്, പിന്നെ ഇനി സർജറി ഇല്ലാത്തൊരു ഓപ്ഷനാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റാനാണ് ഞാനിത് പറയുന്നത്. ചൊറിച്ചിൽ, ബ്ലീഡിങ്, ചില കേസിൽ നല്ല പെയിന് തോന്നാം, ചില ആൾക്കാർക്ക് നടുവേദന കാണാറുണ്ട്, പുകച്ചിൽ പോലെ ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ഇതിന് കാണുന്ന ലക്ഷണങ്ങൾ. ബ്ലീഡിംഗ് ആണ് ആദ്യമായിട്ട് ആൾക്കാർ നോട്ടീസ് ചെയ്യാം. മലം പോയതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ഉറ്റായിട്ട് ബ്ലഡ് അതിലേക്ക് ബാത്റൂമിലേക്ക് വീഴും. അതാണ് ആദ്യം കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ഇത് പൈൽസാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇത് പറയാനൊരു ഭയങ്കര മടിയാണ്. ഏറെക്കുറെ ഞാൻ നേരത്തെ പറഞ്ഞു 75% ഇന്ത്യക്കാർക്ക് പൈൽസ് ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷേ പകുതിയിലധികം പോലും ആൾക്കാർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരെന്തെങ്കിലുമൊക്കെ ആരോടൊക്കെ ചോദിക്കും. അപ്പോൾ പുറമെ വരുന്ന കുറേ പൈൽസ് ക്ലിനിക്കുകളുണ്ട്. അങ്ങനെ ഒരു ട്രെയിൻഡ് അല്ലാത്ത ഡോക്ടേഴ്സ് നടത്തുന്നത്. അവിടെയൊക്കെ പോവും, പല കെട്ടൽ ചികിത്സയോ എന്തൊക്കെയോ ഒക്കെ ചെയ്തിട്ട് മിക്ക കേസിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ക്ലിനിക്കിലേക്ക് വരാം. ഇതങ്ങനെ അവരും പിടിപ്പിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇത് പൈൽസാണ്, ഇത്ര ട്രീറ്റ്മെൻറ്റ് വേണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, കെട്ടണം, ഇതിന് പരിഹാരം ഉള്ളൂ എന്ന് പറയുമ്പോൾ അവരതിന് മുതിരുകയും പേഷ്യൻസിൻ്റെ വില്ലിങ് ആകുകയും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കും. ചില കേസിൽ കോംപ്ലിക്കേഷൻസ് വരും. കോംപ്ലിക്കേറ്റഡ് ആയാൽ പിന്നെ ഡോക്ടറെ തേടിപ്പോവും. പലപ്പോഴും നമ്മുടെ അടുത്ത് അത്തരം കേസസ് എത്തുമ്പോൾ ഒരുപാട് വർഷങ്ങളോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാം, പൈൽസാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക. അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ബാക്കി മറ്റു മുറിവൈദ്യന്മാരെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഞാൻ നേരത്തെ കാരണങ്ങൾ പറഞ്ഞു. ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്നത്, നല്ല കട്ടിയുള്ള രീതിയിൽ മലം പോകുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ, ഇപ്പോൾ ഫാമിലിയിലൊക്കെ ഉണ്ടാവും, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നന്നായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തന്നെ പൈൽസ് വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റും.
ഇതൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും സാഹചര്യം വന്ന് പൈൽസ് വന്നാൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത ഉടനെ പൈൽസാണെന്ന് അറിഞ്ഞ ഉടനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ തേടി പോകണം, അത്രയേ ഉള്ളൂ. പൈൽസുള്ള രോഗികൾ വീട്ടിൽ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചൊറിച്ചിൽ, ഭയങ്കരമായ പുകച്ചിൽ, വേദന ഉണ്ടാവും, ബ്ലീഡിങ്, ഈ 3 കാര്യമാണ് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുക. അത് പെട്ടെന്ന് കുറയ്ക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് സിച്ച് ബാത്ത്. ഒരു ചെറിയ വട്ടപാത്രം എടുക്കുക, ഒരു ഇളം ചുടുവെള്ളം അതിലേക്ക് എടുക്കുക, ഒരു 5 സ്പൂൺ ഉപ്പ് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിലൊരു 10 മിനിറ്റ് പടിഞ്ഞിരിക്കുക. നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്ന പോലെ അതിലിരിക്കുക, ആ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ അതിനൊരു 10 മിനിറ്റ് ഇരിക്കുക. ഇത് 1-2 തവണ ഒരു ദിവസം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരു 5 ദിവസം ചെയ്താൽ തന്നെ ഈ പുകച്ചിലും വിഷമങ്ങളൊക്കെ മാറി കിട്ടും. ഈ സിച്ച് ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീക്കവും ബാക്കി കാര്യങ്ങളും കുറഞ്ഞോളണമെന്നില്ല, പക്ഷേ ഈ പുകച്ചിലും ചൊറിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. ഇനി മലദ്വാരത്തിൻ്റെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലീഡിങ് കാണുമ്പോൾ എല്ലാ ബ്ലീഡിങ്സും പൈൽസ് ആയിക്കോണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അത് മറ്റെന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ക്ലിനിക്കിലേക്ക് കേസസ് വന്നാൽ നമ്മളത് ഡിജിറ്റൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി നോക്കും. അവിടെ നിന്ന് ഇൻസ്പെക്ട് ചെയ്യും, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കും. നമുക്ക് സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സിഗ്മോയിഡോസ്കോപ്പിയോ കൊളോണോസ്കോപ്പിയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കും. പ്രോട്ടോസ്കോപ്പിയൊക്കെ ചെയ്തിട്ട് അതാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണം. അതല്ലാത്ത കേസിൽ വളരെ റെയർ ആണെങ്കിലും നമ്മൾ ആമാശയത്തിലെ ക്യാൻസറിനൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത് കേൾക്കുമ്പോൾ ഇനി ബ്ലീഡിങ് കണ്ട ക്യാൻസറാണെന്ന് വിചാരിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ, വളരെ റെയറാണ്. എന്നിരുന്നാലും നമ്മൾ ആ ലക്ഷണങ്ങൾ കാണുമ്പം ആണോ അല്ലയെന്ന് കൺഫേം ചെയ്യൽ അത്യാവശ്യമാണ്. നല്ല വേദനയും വിഷമമൊക്കെ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ മറ്റ് 2 കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. ഒന്ന്, ഐസ് പാക്സ് വെക്കുക. സാധാരണഗതിയിൽ ഒരു 3rd ഡിഗ്രി പൈൽസോ അല്ലെങ്കിൽ നല്ല പ്രഷറൊക്കെ വന്ന് നമ്മൾ ആ മലദ്വാരത്തിൻ്റെ ഭാഗം പുറത്തേക്കൊക്കെ ചാടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ ഭയങ്കര പെയിന് ഫീൽ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഐസ് കംപ്രസ് വെക്കുക, അല്ലെങ്കിൽ ഒരു ഐസ് പാക്കർ എടുത്ത് വെക്കാം, ഒലീവ് ഓയിൽ പുരട്ടാം. അതൊക്കെ ചെയ്താലും ചെറിയ രീതിയിൽ ഒരു ആശ്വാസം ഫീൽ ചെയ്യും. സാധാരണ നമ്മൾ 4 ഡിഗ്രികളായിട്ടാണ് പൈൽസിനെ പറയാറ്. അതിൽ 4th ഡിഗ്രിയിലുള്ള പൈൽസിനൊക്കെ സർജറി വേണ്ടി വരാറുള്ളൂ. ബാക്കി 1, 2, 3 നമുക്ക് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റും മരുന്നൊക്കെ ഉപയോഗിച്ച് തന്നെ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തും അത് മാറ്റിയൊക്കെ പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ പൈൽസാന്ന് അറിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓടിച്ചാടി ടെൻഷനായി പിന്നെ ഒരു സർജനൊക്കെ ഉണ്ട് സെറ്റാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സമയമെടുത്ത് മെഡിസിൻസ് കഴിച്ച് നോക്കുക, അതിൽ പരിഹാരം ആവുന്നില്ലെങ്കിൽ മാത്രം ഒരു സർജറിക്ക് പോയാൽ മതി. പൈൽസ് ആരൊക്കെ ബാധിക്കാമെന്നൊക്കെ ആൾക്കാർ ചോദിക്കലുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കും. ചെറിയ കുട്ടികൾക്കും ഉണ്ടാവാം, എത്ര മുതിർന്ന ആൾക്കാർക്കും ഉണ്ടാവാം. ഓൾഡ് ഏജ് ആകുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രായമാകുമ്പോൾ. രണ്ടാമത് ഒരുപാട് ഇരിക്കേണ്ടി വരുന്ന ആൾക്കാർ, ഓഫീസിലൊക്കെ കുറേ സമയം ഇരിക്കേണ്ടി വരുന്ന ആൾക്കാർക്കില്ലേ, അവർക്ക് സംഗതി ഉണ്ടാവാം. ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് സംഗതി ഉണ്ട്. ഡ്രൈവേഴ്സിനൊക്കെ വളരെ കോമൺ ആയിട്ട് ഇത് കാണും. ഓട്ടോ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് നേരം കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവരിങ്ങനെ ഇരിക്കുമല്ലേ, ഇരിക്കുമ്പോൾ അവിടെ താഴെ ഒരു പ്രഷർ വരും. ഈ പ്രഷറാണ് നമ്മൾ ഈ മനുഷ്യന്മാർ നേരെ നിൽക്കുന്ന ആൾക്കാരാണ്. മൃഗങ്ങൾ 4 കാലിലാണ് നിൽക്കുക. അപ്പോൾ അവരുടെ ഗ്രാവിറ്റി, ആ ഭാഗത്തെ ഗ്രാവിറ്റി ഫോഴ്സ് കുറച്ച് കുറയും. നമ്മൾ കുത്തിര നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് താഴത്തേക്കൊരു ഗ്രാവിറ്റിൻ്റെ ഫോഴ്സ് വരുമല്ലോ. അതുകൊണ്ടാണ് ഈ പൈൽസ് മിക്കവാറും മനുഷ്യന്മാർക്ക് വരാൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നും കൂടി പൈൽസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഒരുപാട് പ്രസവിച്ച സ്ത്രീകളുടെ കാലിൻ്റെ ഭാഗത്തൊക്കെ വേരിക്കോസ് വെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നരമ്പ് തടിച്ച് നിൽക്കുന്ന അവസ്ഥ, രക്തക്കോലുകൾ തടിച്ചിരിക്കുന്ന ഒരു ഇങ്ങനെ ചുരുണ്ടൊക്കെ നിൽക്കുന്നത് കാണാം. ആ സെയിം സംഗതി മലദ്വാരത്തിനവിടെ വരുന്നതിനാണ് പൈൽസ് എന്ന് പറയുക. വേറെ എന്തോ ഒരു സാധനമൊന്നുമില്ലത്. പക്ഷേ അതിലൂടെ മലം പോകുന്നതുകൊണ്ടാണ് ഈ ബ്ലീഡിങ്ങും വിഷമമൊക്കെ ഉണ്ടാണ്. അതൊന്നുമില്ലെങ്കിൽ ഇതൊരു വിഷമം ഉണ്ടാക്കിയെന്നില്ല. ഈ വേരിക്കോസ് വെയിന് മലദ്വാരത്തിനവിടെ വരുമ്പം അതിന് പൈൽസ് എന്ന് പറയും. ഇനി ആണുങ്ങളുടെ വൃഷ്ണസഞ്ചിയിൽ വരുമ്പം വേരിക്കോസ് സീൽ എന്ന് പറയും. ഇതൊക്കെ ഒരേ സംഗതികളാണെന്നർത്ഥം. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്. എനിക്കിപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് കേസസ് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റലുണ്ട്. നെക്സോമിക്ക, അലോസോക്രോട്ടിന, ബ്ലൂമിയ, പിയോനിയ, ഹൈഡ്രാസ്റ്റിസ്, ഫോസ്ഫറസ്, സൾഫർ, ഒരുപാട് മെഡിസിൻസ് നമ്മളിതിലുണ്ട്. ഓരോ രോഗികൾക്കും ഓരോ രീതിയിലാണ് മരുന്നുകൾ വരും കേട്ടോ. ഞാൻ ഈ മരുന്നിൻ്റെ പേരിട്ട് നിങ്ങൾ നേരെ ഹോമിയോപ്പതി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇത് ചോദിക്കേണ്ട. നിങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ഹോമിയോപ്പതി ഡോക്ടറെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയൊക്കെ ചോദിച്ചാൽ തന്നെ അവർ മെഡിസിൻസ് എഴുതി തന്നോളും. ഹോമിയോപ്പതി മരുന്നിൽ തന്നെ നല്ല രീതിയിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ പറ്റാറുണ്ട്. പറ്റാത്ത കേസസ് അല്ലെങ്കിൽ 4th ഡിഗ്രി കേസസ് മാത്രം സർജറി വേണ്ടി വരുള്ളൂ. അത് നമ്മൾ അത്തരം രീതിയിലേക്ക് അത് റെഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ തൊട്ടടുത്തൊരു ഹോമിയോപ്പതി ഡോക്ടറെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പൈൽസിന് മാറ്റങ്ങൾ ഉണ്ടാവും. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും പൊതുവേ പൈൽസ് ഉണ്ടാക്കലില്ല. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത്തരം ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരും. ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീഫ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.